ഹലോ ഹായ് സോ വെൽക്കം ടു മൈ ചാനൽ അഗെയിൻ. വളരെ ഫോർമലായി പോകും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. അപ്പം ഹായ് എല്ലാവർക്കും. ആൻഡ് യെസ്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ അടുത്ത റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു 15 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എക്സ്പ്ലെയിനിങ് ദ റീഡിംഗ് മൊഡ്യൂൾ, എങ്ങനെയാണ് റീഡിങ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിൽ വരാം, ടൈം അലോ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, നമ്പർ ഓഫ് സെക്ഷൻസ്, അക്കാഡമിക് റീഡിങ്ങും ആസ് വെൽ ആസ് ജനറൽ റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ തിങ് ഇസ്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പാറ്റേൺ ആയിട്ട് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ആൻഡ് ഹോപ്പ് എവറി വൺ വിൽ ഗെറ്റ് ബെനിഫിറ്റഡ് ഫ്രം ദാറ്റ്. ആൻഡ് അക്കാഡമിക്കുകാരുടെ ടൈപ്പ് ഓഫ് റീഡിങ് ഓൾസോ ചെയ്യും. ഇന്ന് കുറച്ച് ഇൻട്രൊഡക്ഷനും കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അങ്ങ് നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്ത് വെക്കാത്തത്. സോ പോകെ മെറ്റീരിയൽസ് ഫോർ പ്രാക്ടീസ് ആയിരിക്കും കൂടുതൽ. സോ ഇന്നൊരു സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ ആയിരിക്കും ബേസിക്കലി നിങ്ങൾ കാണാൻ പോകുന്നത്. സോ hope you will find it benefited. Thank you. സോ ഹായ്, നമ്മൾ IELTSൻ്റെ റീഡിംഗ് മൊഡ്യൂളിലോട്ടാണ് പോകുന്നത്. IELTS എക്സാം ആക്ച്വലി നടക്കുന്നത് ലിസണിങ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലിസണിങ് ആദ്യം, രണ്ടാമത്തെ മൊഡ്യൂളാണ് റീഡിംഗ് വരുന്നത്, മൂന്നാമത് റൈറ്റിംഗ് വരും. അതോടെ റൈറ്റിങ്ങോടുകൂടി അന്നത്തെ മേജർ ദിവസത്തെ എക്സാംസ് എല്ലാം കഴിയും. സ്പീക്കിംഗ് നമുക്ക് കിട്ടുന്ന സ്ലോട്ട് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ നമുക്ക് 2-3 ദിവസം മുന്നേ ആവാം, ചിലപ്പോൾ ശേഷവും ആവും. സോ എനിവേ, കമ്മിങ് ടു റീഡിങ്, ആക്ച്വലി ഞാൻ ലിസണിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ റീഡിങ് ചെയ്യാനുള്ള റീസൺ ഇസ് ദാറ്റ് ഒരുപാട് എൻക്വയറീസ്, സജഷൻസ്, അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ട് ദാറ്റ് റീഡിങ് ചെയ്യണം എന്ന്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ 4 മൊഡ്യൂൾസിൽ വെച്ച് റീഡിംഗ് ആണ് നമുക്ക് ഒരു ഇച്ചിരി മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ടഫായിട്ട് തോന്നുന്നത്. സോ IELTS റീഡിങ്ങിന് ബേസിക്കലി 3 സെക്ഷൻസ് ആണുള്ളത്. ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 1 മണിക്കൂറിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാനുള്ള ടൈം തന്നിരിക്കുന്നത്. ഓക്കെ, 3 സെക്ഷൻസിലായിട്ടാണ് ഈ 40 ചോദ്യങ്ങൾ വരുന്നത്. സെക്ഷൻ 1 എന്ന് പറയുന്നത് എവറിഡേ ടോപ്പിക്സ് ആണ്. അതായത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും വരുന്നത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കാത്ത സ്പേസോ അല്ലെങ്കിൽ മിത്തോളജിയോ അങ്ങനത്തെ കടുകട്ടി ടോപ്പിക്സ് ഒന്നുമല്ല, വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും വരുന്നത്. ഷോർട്ട് ടെക്സ്റ്റുകളായിരിക്കും, പറയാൻ പോയ ഒരു 2 മുതൽ 3 വരെയുള്ള ഷോർട്ട് ടെക്സ്റ്റുകളായിരിക്കും നമുക്ക് ബേസിക്കലി വരുന്നത്. അതിനകത്തുനിന്ന് കുഞ്ഞു കുഞ്ഞു ഫില്ലപ്പോ ട്രൂ ഫോൾസ് നോട്ട് ഗിവണോ ഒക്കെ വരും. ഈസിയാണ്, ടഫ്നെസ് ലെവലേ ഇല്ല, വളരെ ഈസിയാണ്. 14 ക്വസ്റ്റ്യൻസ് ഈ ഒരു പാർട്ടിൽ നിന്ന് വരാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് ആ 14 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സും പക്ക പെർഫെക്റ്റ് ആയിട്ട് ശരിയാക്കണം. ബിക്കോസ് അവിടെ സെക്ഷൻ 1 ലോസ് ചെയ്തിട്ട് 2 3 പോയാൽ ഇച്ചിരി പത്തറ്റിക്കായി പോകും നമ്മുടെ പ്ലൈറ്റ്. സോ സെക്ഷൻ 2 വരുമ്പോൾ അതൊരു ഇൻ്റർമീഡിയറ്റ് ലെവലാണ്. ജോബ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, ട്രെയിനിങ്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. ബിവെയർ, വർക്ക് റിലേറ്റഡ് എന്ന് പറയുമ്പം നിങ്ങൾ ഇന്ത്യൻ സിനാരിയോയിലോ നമ്മുടെ സ്റ്റേറ്റ് സിനാരിയോയിൽ നോക്കരുത്. ദിസ് ഈസ് ഓഫ് കോഴ്സ് ഫോറിൻ എൻട്രൻസ് എക്സാം. സോ തീർച്ചയായിട്ടും ഫോറിൻ ഒരു പെർസ്പെക്റ്റീവിൽ അവരുടെ ജോബ് ലെവൽസ്, അവരുടെ ട്രെയിനിങ്സ്, ആ ഒരു മോഡലിലായിരിക്കും നമുക്ക് പാസേജസ് വരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത പാസേജസ് ആയിരിക്കില്ല, എളുപ്പമുള്ള പാസേജസ് തന്നെ ആയിരിക്കും. ഒരു ഈസി ടു മീഡിയം മോഡറേറ്റ് ലെവലുള്ള പാസേജസ് ആയിരിക്കും വരിക. 13 ചോദ്യങ്ങൾ അതിൽ നിന്നുണ്ടാകും. സെക്ഷൻ 3 എന്ന് പറയുന്നത് 1നെയും 2നെയും അപേക്ഷിച്ച് വളരെ വലുതായിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. അതാണ് ആ വാക്ക്. വളരെയധികം ലെങ്തി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും സെക്ഷൻ 3. ആൻഡ് ജനറൽ ടോപ്പിക്സ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ജനറൽ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ് എന്നല്ല അതിൻ്റെ അർത്ഥം ആക്ച്വലി. ഫോർ എക്സാമ്പിൾ സ്പേസ്, അല്ലെങ്കിൽ ഗ്രീക്ക് മിത്തോളജി, ഓട്ടോമാറ്റ, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സുകളായിരിക്കും. ഇതൊന്നും സാധാരണ നമ്മൾ ഡെയിലി കോൺവെർസേഷൻസിലോ അല്ലെങ്കിൽ ഡെയിലി റീഡിങ്സിലോ ചെയ്യുന്ന കാര്യങ്ങളല്ല. പൊതുവേ നമുക്ക് ഈ ഒരു ടോപ്പിക്സിനെ പറ്റിയിട്ട് അറിയായിരിക്കും, പക്ഷേ കണ്ടൻറ്റ് അധികം ഫെമിലിയർ ആവണമെന്നില്ല. ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾക്ക് റീഡിങ് സ്കിൽസ് ഒന്ന് ഡെവലപ്പായി കിട്ടിയാൽ എത്രയധികം ടഫ് കണ്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു അൺഫെമിലിയർ കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും ദറ്റ് യു വിൽ ബി ഓക്കെ ടു ക്രാക്ക് ഇറ്റ്. വളരെ മോഡറേറ്റ് മുതൽ ഹാർഡ് വരെയാണ് ഒരുപാട് ആളുകൾ ഇതിനെ റേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് IELTS ഇസ് ഓൾസോ എടുത്തിരിക്കുന്നത്, ഈ സെക്ഷൻ 3 ടോപ്പിക്സ് എടുത്തിരിക്കുന്നത് ഫ്രം ന്യൂസ് പേപ്പേഴ്സ്, ജേർണൽസ്, ആർട്ടിക്കിൾസ്, അങ്ങനെയുള്ള കുറച്ച് ഹൈഫൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും സെക്ഷൻ 3 വരുന്നത്. ഓക്കെ, കുറച്ചധികം നമുക്ക് ഇത്തിരി പരപ്പായ വായന ഉണ്ടെങ്കിൽ മാത്രമേ സെക്ഷൻ 3 കണ്ടൻറ്റ് നമുക്ക് ഇച്ചിരി ഫെമിലിയർ ആവുള്ളൂ. നമ്മൾ ഇച്ചിരി പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഇത്തിരി മാർക്ക് പോകാനും ചാൻസ് കൂടുതൽ വന്നിട്ട് സെക്ഷൻ 3 ആണ്.
സോ ഇനി നോക്കുന്നത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. IELTS ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി റീഡിങ്ങിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് വന്നിട്ട് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഓൾസോ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മാർക്ക് പോകുന്ന ഒരു പോർഷനാണിത്. ദെൻ കംസ് യെസ് നോ നോട്ട് ഗിവൺ. ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവണിൻ്റെ അതേ പെർസ്പെക്റ്റീവാണ് ചില ആളുകൾ യെസ് നോ നോട്ട് ഗിവണും എടുക്കുന്നത്, വിച്ച് ഇസ് റോങ്. എന്നാൽ പിന്നെ രണ്ടിനും കൂടെ ഒറ്റ ഒരു പോർഷൻ ഇട്ടാൽ പോരെ, ബിക്കോസ് ഇത് രണ്ടായിട്ട് ഇടേണ്ട കാര്യമില്ലല്ലോ. സോ ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്തത് വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. ഒരു ക്വസ്റ്റിന് തന്നെ 2 ഉത്തരങ്ങളുണ്ടാകാം. സോ അതിനെ നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഒരു 5 ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ 2 നമ്മൾ ചൂസ് ചെയ്യണം. ദെൻ കംസ് മാച്ചിങ് ഹെഡിങ്സ്, മാച്ചിങ് ഇൻഫർമേഷൻ, മാച്ചിങ് സെൻറ്റൻസ് എൻഡിങ്സ്, സെൻറ്റൻസ് കംപ്ലീഷൻ വരുന്നുണ്ട്, സമ്മറി, പാസേജിൻ്റെ സമ്മറി തന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. കംപ്ലീറ്റ് ചെയ്യാൻ മീൻസ് മുഴുവൻ ഫില്ലപ്പ് അല്ല, അവിടെ ഇവിടെയൊക്കെ ഫില്ലപ്സ് ഉണ്ട്. നോട്ട് കംപ്ലീഷൻ ഉണ്ടാകും, ടേബിൾ കംപ്ലീഷൻ, ഫ്ലോ ചാർട്ട് താഴെ തന്നിട്ട് കംപ്ലീഷൻ, ഡയഗ്രാം ലേബൽ കംപ്ലീഷൻ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെയാണ് ജനറലി വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ റീഡിംഗ് മൊഡ്യൂൾ. ഓക്കെ, സോ നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത് IELTSൻ്റെ റീഡിംഗ് സ്കോർസ് കമ്പാരിസൺ ആണ് ബിറ്റ്വീൻ ദി അക്കാദമിക് മൊഡ്യൂൾ ആസ് വെൽ ആസ് ദ ജനറൽ ട്രെയിനിങ് മൊഡ്യൂൾ. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു PDF അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ ഞാൻ കാണിക്കുന്നത് ക്ലിയർ അല്ല ഡ്യൂ ടു റെസൊല്യൂഷൻ പ്രോബ്ലം ആൻഡ് സംതിങ്, പ്ലീസ് ഡോണ്ട് ബോദർ അറ്റ് ഓൾ. ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻഫർമേഷൻ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോ കമ്മിങ് ബാക്ക്, നമ്മൾ അക്കാദമിക് മൊഡ്യൂൾ റീഡിംഗിനെ പറ്റി പറയുമ്പോൾ ഇറ്റ് ഇസ് ഫാർ ഡിഫിക്കൾട്ട് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ ജനറൽ ട്രെയിനിങ്. ജനറലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല പാടാണ് അക്കാദമിക് റീഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് അക്കാദമിക് റീഡിങ്ങിൻ്റെയും ജനറലിൻ്റെയും ബാൻഡിങ് സ്കോർസ് ഓൾസോ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. ലിറ്റിൽ ബിറ്റ് കോംപ്ലെക്സ് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൾട്ട് അക്കാദമിക് റീഡിംഗ് ഇസ് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ GT ട്രെയിനിങ് മൊഡ്യൂൾ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ഓൾസോ സോർട്ട് ചെയ്യാം. നിങ്ങൾ ഈ ഫിഗറിലൊന്ന് നോക്കിയാൽ മതി. നമുക്കിപ്പോൾ IELTSൽ അക്കാഡമിക്കിന് 30 എടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് നമുക്ക് 7 ബാൻഡ് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് സെയിം 30 സ്കോർ GTയിൽ എടുക്കുന്ന ആൾക്ക്, ജനറൽ ട്രെയിനിൽ എടുക്കുന്ന ആൾക്ക് നമുക്ക് 6 കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ദർ ഇസ് ഓൾസോ എ കൺസിഡറബിൾ ഡിഫറൻസ് ഓഫ് ബാൻഡ് 1. ഒരു ഒറ്റ ബാൻഡിൻ്റെ വ്യത്യാസം അവിടെ തന്നെ വരുന്നുണ്ട്. സോ അങ്ങനെ റീഡിങ്ങിൽ ടഫ്നെസ് ഇച്ചിരി കൂടുതൽ അക്കാദമിക് ആയതുകൊണ്ട് തന്നെ സ്കോറിങ്ങിന് കൂടുതൽ ക്രെഡിറ്റ്സ് പോകുന്നതും അക്കാഡമിക്കുകാർക്കാണ്. ഓക്കെ, സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് IELTSൻ്റെ റീഡിംഗ് ആൻസർ ഷീറ്റാണ്. അഗെയിൻ റെസൊല്യൂഷൻ്റെ ആ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. ഇതാണ് IELTSൻ്റെ റീഡിംഗ് ആൻസർ ഷീറ്റ്. മുകളിൽ തന്നെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. 40 ചോദ്യങ്ങൾ എഴുതാനുള്ള ബ്ലാങ്കുകൾ അവിടെ അവൈലബിൾ ആണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ഓൾ ദ 40 ക്വസ്റ്റ്യൻസ്. ആൻഡ് റീഡിങ്ങിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഹൈലി അഡ്വൈസബിൾ ഇഫ് യു ഗോ ഫോർ പെൻസിൽ റൈറ്റിംഗ്. പെൻസിൽ റൈറ്റിംഗ് ആണെങ്കിൽ ഫാർ ബെറ്റർ ആയിരിക്കും, ബിക്കോസ് സ്മഡ്ജിങ്ങോ അല്ലെങ്കിൽ ഇങ്ക് ബ്രേക്കിങ്ങോ സ്ട്രൈക്കിങ്സോ പോലെയുള്ള പ്രോബ്ലംസിൽ നിന്ന് നമുക്ക് ഒരു രക്ഷ നേടാം. ആക്ച്വലി അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ 60 മിനിറ്റ്സ് ആണ് റീഡിങ്ങിന് കിട്ടുന്നത്. നമ്മളിപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ സെപ്പറേറ്റ് ആൻസർ ബുക്ക്ലെറ്റിൽ നിന്ന് ഈ ഒരു ആൻസർ ഷീറ്റിലോട്ട് മാറ്റാൻ എക്സ്ട്രാ ഒരു ട്രാൻസ്ഫർ ടൈം ഒന്നും ലിസണിങ് മൊഡ്യൂളിലെ പോലെ ഇവിടെ അവൈലബിൾ അല്ല. ഓക്കെ, നമുക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ്റെ ബുക്ക്ലെറ്റിലായിരിക്കും നമ്മൾ ഇനിഷ്യലി ആ റീഡിംഗ് ബുക്ക്ലെറ്റിലായിരിക്കും നമ്മൾ ആൻസേഴ്സ് ആ ഫില്ലപ്പിൽ ഇങ്ങനെ എഴുതി പോകുന്നത്. സോ ദാറ്റ് എക്സ്ട്രാ ടൈം നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് വേണം ഈ ഒരു ആൻസർ ഷീറ്റിലോട്ട് ആൻസേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ. ലിസണിങ്ങിലായിരുന്നെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ട്രാൻസ്ഫറിങ്ങിന് ടൈം ഉണ്ടായേനെ. റീഡിങ്ങിന് അങ്ങനെയില്ല. സോ വിത്തിൻ ദ ഗിവൺ 60 മിനിറ്റ്സ് യു നീഡ് ടു ബി വെരി കോഷ്യസ് ടു ട്രാൻസ്ഫർ യുവർ ആൻസേഴ്സ്. സോ നമുക്കിപ്പോൾ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്ന് പറയുന്ന റീഡിങ്ങിൻ്റെ ക്വസ്റ്റനെയറിലോട്ട് ആ ഒരു എക്സാമ്പിൾ ഡൂയിങ്ങിലോട്ട് നമുക്കൊന്ന് കയറാം. ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ തന്നെ എടുക്കാൻ കാരണം, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ 12 മുതൽ 13 വരെ വെറൈറ്റി ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റീഡിങ്ങിൽ പഠിക്കാനായിട്ടുണ്ട്. എക്സാമിന് 13 ടൈപ്പും വരില്ല, പക്ഷേ 13 പ്രിഫർ ചെയ്ത് 5ഓ 6ഓ വരാം. എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ടോപ്പ് പ്രയോറിറ്റീസ് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റനേഴ്സ് ആണ് ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ഇല്ലാതെ IELTSൻ്റെ അക്കാഡമിക് ആയാലും ജനറൽ ആയാലും എക്സാംസ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും വിരളമാണ്. ഇറ്റ്സ് വെരി റെയർ വിത്തൗട്ട് ദിസ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ക്വസ്റ്റനെയർ. സോ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ടൈമിൽ നമുക്ക് ആകെ ട്രൂവും ഫോൾസും നോട്ട് ഗിവൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അറിയത്തില്ല. ട്രൂവും ഫോൾസും മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ വെൻ വി വെയർ ഇൻ അവർ സ്കൂൾസ് ഓർ ഇൻ കോളേജസ് ഓൾസോ. സോ IELTSലോട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുമ്പോൾ നോട്ട് ഗിവൺ എന്ന് പറയുന്ന ഒരു ടെറിഷറി കാറ്റഗറി അവർ കൊണ്ടുവരുവാണ്. 3 ഓപ്ഷൻസ് ആണ് അവിടെ പറയുന്നത്. സോ ട്രൂ എന്ന് പറഞ്ഞാൽ
നമുക്ക് തന്നിരിക്കുന്ന പാസേജുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കും. ആ ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യുന്നുണ്ട്, അതായത് സെയിം ഇൻഫർമേഷൻ ഇൻ ദ പാസേജ് ഈസ് റിപ്പീറ്റഡ് ആസ് ദ ക്വസ്റ്റ്യൻ, then you can comment that the answer is true. ഞാൻ ഒന്നുകൂടി പറയുന്നു, ട്രൂ എന്ന് പറഞ്ഞാൽ പാസേജിൽ തന്നിരിക്കുന്ന അതേ അർത്ഥമുള്ള ചോദ്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. വാക്കുകൾ മാത്രം വേറെ ആവാം, അതിന് കുഴപ്പമില്ല. പക്ഷേ പാസേജിൽ തന്നിരിക്കുന്ന മീനിങ് തന്നെ ആ അന്തസത്ത ചോരാതെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രൂ എന്ന് പറയും. ബിക്കോസ് അത് സെയിം ഇൻഫർമേഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ. അതേസമയം ചിലത് വന്നിട്ട് ഫോൾസ് വരും. ഫോൾസ് വരുന്ന കാര്യം എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന പാസേജിലെ ഇൻഫർമേഷനെ കോൺട്രഡിക്റ്റ് ചെയ്യുകയോ ഒപ്പോസ് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നതെങ്കിൽ, തന്നിരിക്കുന്ന ഇൻഫർമേഷൻ പാസേജിലെ കണ്ടന്റിനോടുകൂടി ആ പാസേജ് തന്നിരിക്കുന്ന കണ്ടന്റിനോട് വൈരുദ്ധ്യം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പാസേജിലെ കണ്ടന്റുമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോൾസ് കൊടുക്കാം. മൂന്നാം കാറ്റഗറി എന്ന് പറയുന്നത് നോട്ട് ഗിവൺ ആണ്. തന്നിരിക്കുന്ന ചോദ്യവും ആ തന്നിരിക്കുന്ന പാസേജിൽ എങ്ങും തന്നെ ഇല്ല, യു ആർ അണേബിൾ ടു ഫൈൻഡ് ഔട്ട് സച്ച് ആൻ ഇൻഫർമേഷൻ ആണെങ്കിൽ അത് നോട്ട് ഫൗണ്ട്. നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നുമെങ്കിലും നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഫോൾസും നോട്ട് ഗിവണും ട്രൂവും ഒക്കെ തമ്മിൽ നല്ല രീതിയിൽ മാറിപ്പോവും. സോ ഓൾ ടൈം കീപ്പ് ഇൻ മൈൻഡ് ദ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ വളരെയധികം പ്രയോറിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഫോമാണ്. ഒരു 1 to 7 ക്വസ്റ്റ്യൻസ് വരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 1 to 7 വരെ വരും എന്നല്ല പറഞ്ഞത്. ഈ 3 സെക്ഷൻസിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഒരു 7 ചോദ്യം വരെ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്, വളരെ ഹൈ ആണ്. ഓക്കെ, ഇപ്പോൾ സോ നമുക്കിപ്പോൾ ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ്റെ ചെറിയൊരു എക്സസൈസ് ചെയ്ത് നോക്കാം. ആൻഡ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു പോർഷനാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സാമ്പിളിൻ്റെ അത്രയും എളുപ്പം അല്ലെങ്കിൽ ചെയ്യുന്ന അത്രയും ടഫ്നെസ്സേ വരൂ മെയിൻ എക്സാമിനെന്ന് വിചാരിക്കരുത്. ഞാനൊന്ന് ഫെമിലിയർ ആകാൻ വേണ്ടി ഇച്ചിരി ഈസി ടോപ്പിക് ഇവിടെ തരുവാണ്. ആൻഡ് ഈ സോഴ്സ് ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്നത് കേംബ്രിഡ്ജ് IELTS 15 ജനറലിൻ്റെ ടെസ്റ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അക്കാഡമിക്കുകാർക്ക് ഞാൻ ഇനിയുള്ള ഡേയ്സിൽ സെപ്പറേറ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും. അക്കാഡമിക്കുകാരും ഇത് റെഫർ ചെയ്തതിന് പ്രോബ്ലം ഇല്ല. സോ പ്ലീസ് ഗെറ്റ് ഫെമിലിയറൈസ് വിത്ത് ദ ടോപ്പിക്സ്. ഓക്കെ, എങ്ങനെയാണ് എന്തൊക്കെ ടൈപ്പ് ഓഫ് പാറ്റേൺസ് എന്നൊക്കെ ഒന്ന് ആദ്യം ജസ്റ്റ് ഒരു ഡെമോ പോലെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇത്രയും ഈസിനെസ് കാണില്ല. ഇറ്റ് മീൻസ് ദാറ്റ് എക്സാമിൻ്റെ ഓറിയൻറ്റേഷനിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ടഫർ ലെവലിലുള്ള പാസേജസ് ആയിരിക്കും ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ വരുന്നത്. ആൻഡ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സെക്ഷൻ 1 പോർഷനാണ്. ഓഫ് കോഴ്സ് സെക്ഷൻ 1 ഇച്ചിരി ഈസി ആയിട്ടുള്ള പോർഷനാണ്. അതുകൊണ്ട് തന്നെ മെയിൻ എക്സാമിന് പോകുന്നതിന് മുന്നേ നല്ല ടഫ് മെറ്റീരിയൽസിൻ്റെ ഒരു വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് ജസ്റ്റ് എ ഡെമോ ഫോർ യു പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദി എക്സാം ഇസ് കോർഡിനേറ്റഡ് ഇൻ ദിസ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ക്വസ്റ്റ്യനെയർ. ഓക്കെ, സോ അതിനു മുന്നേ വേറൊരു കാര്യം, ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ്, മിസ്സേ ഞങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണോ ഇനി പാസേജിൽ പോകാൻ, ഇല്ല പാസേജ് വായിച്ചിട്ട് വേണോ ക്വസ്റ്റ്യനിൽ വരാമെന്നൊക്കെ. IELTSലെ 75% ഓഫ് ക്വസ്റ്റ്യൻസിനും നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം പാസേജിലോട്ട് പോകാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ എന്നൊക്കെ പറയുന്ന പോർഷൻസ് നിങ്ങൾ ഈ മുഴുവൻ പാസേജ് വായിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യനിലോട്ട് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ യു വിൽ ബി ബ്ലാങ്ക്. ആക്ച്വലി ഒന്നും തന്നെ നമ്മുടെ മൈൻഡിൽ നിൽക്കത്തില്ല. അതേസമയം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജിൽ പോകുമ്പോഴത്തേക്കും ക്വസ്റ്റ്യനിലെ കീ വേർഡ്സ് നമുക്ക് എളുപ്പം മൈൻഡിലുണ്ടാവും. So that we can easily figure out the answers. Okay. ബാക്കി വരുന്ന ഒരു 25% നമ്മൾ പാരാഗ്രാഫ് വായിച്ചതിന് ശേഷം വേണം ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. ഫോർ എക്സാമ്പിൾ പാരാഗ്രാഫിന് ഹെഡിങ് കൊടുക്കുക, വിച്ച് ഫീച്ചർ ബിലോങ്സ് ടു വിച്ച് പാരാഗ്രാഫ്, മാച്ച് ദ ഫീച്ചേഴ്സ് വരുമ്പോൾ, മാച്ച് ദ ഫോളോയിങ് വരുമ്പോൾ, ടൈറ്റിൽ കൊടുക്കുന്ന പോലത്തെ പാസേജസിന് നമ്മൾ തീർച്ചയായിട്ടും പാസേജ് വായിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ യൂഷ്വലി വരുന്ന ഫില്ലപ്പ് പോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ, യെസ് നോ നോട്ട് ഗിവൺ പോലെയുള്ളതിനൊക്കെ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വേണം വായിക്കാൻ. ഓക്കെ, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നത് ഓരോ വിധത്തിലാണ്. ടൈറ്റിൽ കൊടുക്കാനും മാച്ചിങ് ഫീച്ചേഴ്സിനും അല്ലാതെ സമ്മറി കംപ്ലീഷനൊക്കെ വരുന്ന സമയത്ത് പാരാഗ്രാഫ് വായിച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോസ് ഇടാം. നമുക്കിപ്പോൾ ഈ ട്രൂ ഫോൾസ് നോട്ട് ഗിവൻ്റെ വീഡിയോയിലോട്ട് കയറാം. ഓക്കെ, സോ ട്രൂ എന്ന് പറഞ്ഞാൽ ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് എഗ്രീസ് വിത്ത് ദ ഇൻഫർമേഷൻ, ഫോൾസ് എന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ട്, നോട്ട് ഗിവൺ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഡാറ്റ. അങ്ങനെയാണ് നേരത്തെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ. സോ നമുക്കിപ്പോൾ കൺസ്യൂമർ
അഡ്വൈസ് എന്ന് പറയുന്ന ഒരു പാസേജ് ആണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. സോ ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ചോദ്യം ഒന്നാമത്തത്, യു വിൽ റിസീവ് എ കാർഡ് ടെല്ലിങ് യു ഇഫ് എൻ ഐറ്റം ഹാസ് ബീൻ ലെഫ്റ്റ് വിത്ത് എ നെയ്ബർ. നമുക്ക് ഡെലിവർ ആവേണ്ട ഒരു ഐറ്റം നമ്മുടെ നെയ്ബറിന് ഡെലിവർ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡെലിവർ ചെയ്ത ആൾ നെയ്ബറിനെയാണ് ഏൽപ്പിച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കാർഡ് വഴി നോട്ടീസ് കിട്ടും, അല്ലെങ്കിൽ വി വിൽ റിസീവ് എ കാർഡ് ഓഫ് നോട്ടിഫിക്കേഷൻ, നമുക്കൊരു അറിയിപ്പ് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു, നമുക്കിനി ആ പാസേജിലോട്ട് പോവാം. കൺസ്യൂമർ അഡ്വൈസ്, വാട്ട് ടു ഡു ഇഫ് സംതിങ് യു ഓർഡേർഡ് ഹാസൻറ്റ് അറൈവ്ഡ്. ഇഫ് സംതിങ് യു ഹാവ് ഓർഡേർഡ് ഹാസൻറ്റ് അറൈവ്ഡ്, യു ഷുഡ് കോൺടാക്ട് ദ സെല്ലർ ടു ഫൈൻഡ് ഔട്ട് വെയർ ഇറ്റ് ഇസ്. It is their legal responsibility to make sure the item is delivered to you. They should chase the delivery company and let you know what has happened to your item. If your item wasn't delivered to the location you agreed, within bracket, example, if it was left with your neighbor without your consent, it is the seller's legal responsibility to sort out the issue. So neighbor എന്ന് പറയുന്ന ആ ഒരു ചെറിയ പരാമർശം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. നിങ്ങൾ പാസേജ് കറക്റ്റായിട്ട് വായിച്ച് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരുന്നു. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇൻ ദ ഫസ്റ്റ് പാരാഗ്രാഫ്, ആക്ച്വലി ലൈൻ 3 to 5 ആണ് പറയുന്നത്. ഇഫ് യുവർ item wasn't delivered to the location you agreed, if it was left with a neighbor without your consent, it is the seller's legal responsibility to sort out the issue. So നെയ്ബറിൻ്റെ അടുത്ത് കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റിയെ പറ്റി അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ however, the lines do not tell us anything about what the consumer or the customer will receive if an item has been left with a neighbor. എക്സാക്ട്ലി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദാറ്റ് മീൻസ് നെയ്ബറിൻ്റെ കയ്യിലാണ് നമ്മുടെ ഒരു ഐറ്റം കൊടുത്തിട്ടുള്ളതെങ്കിൽ, നെയ്ബറിൻ്റെ കയ്യിലാണ് ലഭിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്നവിടെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഒരു കാർഡ് മുഖാന്തരം അവിടെ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഗിവൺ. ആ ലൈനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നെയ്ബറിന് റിസീവ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്, പക്ഷേ കാർഡ് പോലെയുള്ള യാതൊരുവിധ നോട്ടിഫിക്കേഷനും ഇല്ല. ഹെൻസ് അങ്ങനെയാണ് ഒന്നാമത്തെ ആൻസർ വന്നിട്ട് നോട്ട് ഗിവൺ ആകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് മേ ബി ക്വിക്കർ ടു ഗെറ്റ് എ റീഫണ്ട് ദാൻ എ റീപ്ലേസ്മെൻറ്റ് ഫോർ എ നോൺ ഡെലിവേർഡ് ഐറ്റം. ഓക്കെ, അതായത് നമുക്ക് ഡെലിവർ ആകാത്ത ഒരു ഐറ്റത്തിനെ പറ്റി നമുക്കൊരു റീപ്ലേസ്മെൻറ്റ് വാങ്ങുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ ലഭിക്കുന്നത് ഒരു റീഫണ്ട് ആകാം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. പാസേജ് വായിക്കാം. ആൻഡ് ഇവിടെ ഒരു കാര്യം പറയാം, IELTSൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഷഫിൾഡ് ആയിട്ടായിരിക്കില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒബ്വിയസ്ലി നമ്മൾ ഒന്നാമത്തെ ആൻസർ ഇപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, അതിന് താഴോട്ട് വായിച്ചാൽ മതി രണ്ടാമത്തെ പാസേജിൻ്റെ ആൻസർ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഇൻ കേസ് നമുക്ക് രണ്ടാമത്തേൻ്റെ ആൻസറാണ് ആദ്യം കിട്ടുന്നതെങ്കിൽ ഓൾസോ പ്ലീസ് ഡോണ്ട് ബോദർ, മുകളിലോട്ട് വായിച്ചാൽ മതി ഒന്നാമത്തത് കിട്ടും. മൂന്നാമത്തതാണെങ്കിൽ രണ്ടും ഒന്നും മുകളിലോട്ട് വായിച്ചാൽ മതി, നമുക്ക് അങ്ങനെ അത് ആൻസേഴ്സ് ടാക്കിൾ ചെയ്യാൻ പറ്റും. സോ മൂവിങ് ടു ദ പാസേജ്. If the item doesn't turn up, please note these type of vocabularies. Turn up എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ഇതിനെ നമ്മൾ ഫ്രേസൽ വെർബ് എന്നാണ് പറയുന്നത്. This will help you in your writing as well as in your speaking, also to get well understanding in your reading also. So if the item doesn't turn up, you are legally entitled to a replacement or refund. You can ask for your money back if you don't receive the item within 30 days of buying it. If the seller refuses, you should put your complaint in writing. If that doesn't work, you could contact their trade association, look on their website for this information, or contact them to ask. So that is very clear. ഒരിടത്തും തന്നെ ഒന്നിനുമേൽ മറ്റതാണ് ക്വിക്കർ എന്നുള്ളൊരു പരാമർശം വന്നിട്ടില്ല. അതായത് റീഫണ്ട് ആണോ അല്ലാതെ റീപ്ലേസ്മെൻ്റ് ആണോ എന്ന് പറയുന്നില്ല. ഏറ്റവും മികച്ചത്. നമുക്കിവിടെ ഒരു കമ്പാരിസൺ ഓൾസോ നോക്കാം. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് യു ആർ എൻടൈറ്റിൽഡ് ടു എ റീഫണ്ട് എന്നാണ്. അതിനെ തന്നെയാണ് നമ്മൾ ആൻസർ വരുന്ന ആ വരിയിൽ എഴുതിയിരിക്കുന്നത് യു ക്യാൻ ആസ്ക് ഫോർ യുവർ മണി ബാക്ക് എന്ന്. സീ ദ ഡിഫറൻസ് ഇൻ വൊക്കാബുലറി, നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഡോണ്ട് റിസീവ് ദി ഐറ്റം എന്ന് നമുക്ക് പാസേജ് കിടക്കുന്നതാണ് ഇഫ് എൻ ഐറ്റം ഫെയിൽസ് ടു അറൈവ് എന്ന് പറയുന്നത്. സീ ദ ഡിഫറൻസ്, ഡിഗ്രിയുടെ ആ ഒരു വൊക്കാബുലറി ചേഞ്ച് നമുക്ക് കൺസിഡറബിൾ ആയിട്ട് കാണാൻ ഓൾസോ IELTS റീഡിംഗ് പാസേജസ് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വൊക്കാബുലറി ലെവലിൽ വേണം നമ്മുടെ റൈറ്റിംഗ് ഓൾസോ നമ്മൾ പെർഫോം ചെയ്യാൻ ടു ഗെറ്റ് ബെറ്റർ സ്കോർസ്. നാലാമത്തെ ചോദ്യം, ദർ ഇസ് എ ടൈം ലിമിറ്റ് വെൻ യൂസിങ് ദ ചാർജ് ബാക്ക് സ്കീം ഫോർ എ ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റ്. സോ നാലാമത്തെ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്?
ടൈം ലിമിറ്റ് ഉണ്ട്. എന്തിനു വേണ്ടി? വെൻ യൂസിങ് ദ ചാർജ് ബാക്ക് സ്കീം ഫോർ എ ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റ്. ഡെബിറ്റ് കാർഡ് പേയ്മെൻറ്റിന് ചാർജ് ബാക്ക് സ്കീം നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട് എന്ന് പറയുന്നു. സോ നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് പോവാം. വെരി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അവിടെ കിടപ്പുണ്ട്. നാലാമത്തതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ പാരാഗ്രാഫിന് നോക്കാം. തേർഡ് പാരാഗ്രാഫിന് ആക്ച്വലി 3 ബുള്ളറ്റിൻ പോയിന്റ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ പാരാഗ്രാഫ് പറയുന്നത് നോക്കിയേ. ഇഫ് യു പെയ്ഡ് ബൈ ഡെബിറ്റ് കാർഡ്, കോൺടാക്ട് യുവർ ബാങ്ക് ആൻഡ് സേ യു വാണ്ട് ടു യൂസ് ദ ചാർജ് ബാക്ക് സ്കീം. ഇഫ് ദ ബാങ്ക് അഗ്രീസ്, ദേ ക്യാൻ ആസ്ക് ദ സെല്ലേഴ്സ് ബാങ്ക് ടു റീഫണ്ട് ദ മണി ടു യുവർ അക്കൗണ്ട്. മെനി ബാങ്ക് സ്റ്റാഫ് ഡോണ്ട് നോ അബൌട്ട് ദ സ്കീം, സോ യു മൈറ്റ് നീഡ് ടു സ്പീക്ക് ടു എ സൂപ്പർവൈസർ ഓർ മാനേജർ. യു ഷുഡ് ഡു ദിസ് വിത്തിൻ 120 days of when you paid. തീർച്ചയായിട്ടും ടൈം ലിമിറ്റ് ഉണ്ട്. അവിടെ എടുത്തു പറയുന്നു യു ഷുഡ് ഡു ദിസ് വിത്തിൻ 120 days ഓഫ് വെൻ യു പെയ്ഡ്. ചോദിച്ചിരിക്കുന്നത് ചാർജ് ബാക്ക് സ്കീമിനെ പറ്റിയിട്ടാണ്. ബുള്ളറ്റിൻ പോയിന്റ് 1 പറയുന്നതും ചാർജ് ബാക്ക് സ്കീമിനെ പറ്റിയിട്ട് തന്നെയാണ്. ഓക്കെ, അതൊരു ക്ലിയർ കട്ട് ആൻസർ ആണ്. ദാറ്റ് ഇസ് എ ട്രൂ. Moving to the next question, you can use the chargeback scheme for a credit card payment of more than $100. $100 മേലെയുള്ള പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ചാർജ് ബാക്ക് സ്കീം നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. യു ക്യാൻ യൂസ് ദ ചാർജ് ബാക്ക് സ്കീം ഫോർ എ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ഓഫ് മോർ ദാൻ $100. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്. സോ $100 മുകളിലുള്ള പേയ്മെൻറ്റ്സിന് നമുക്ക് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സിന് നമുക്ക് ചാർജ് ബാക്ക് സ്കീം യൂസ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. രണ്ടാമത്തെ ബുള്ളറ്റിൻ നോക്കാം. ഇഫ് യു പെയ്ഡ് ബൈ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ദി ഐറ്റം കോസ്റ്റ് ലെസ് ദാൻ $100, യു ഷുഡ് കോൺടാക്ട് യുവർ ക്രെഡിറ്റ് കാർഡ് കമ്പനി ആൻഡ് സേ യു വാണ്ട് ടു യൂസ് ദ ചാർജ് ബാക്ക് സ്കീം. അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ദാറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. തന്നിരിക്കുന്ന ഡീറ്റെയിലിനെ മാറ്റിയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റിൽ ഇഫ് യു പേ ബൈ ക്രെഡിറ്റ് കാർഡ് ആൻഡ് ദി ഐറ്റം കോസ്റ്റ് ലെസ് ദാൻ $100 എന്നാണ്. അപ്പോൾ ലെസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡാറ്റയെ മാറ്റി മോർ എന്ന് മാറ്റി ഇവിടെ തെറ്റായി തന്നിരിക്കുന്നത് കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രഡിക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് അവിടെ ഫോൾസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് 1 ലൈനിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൺഫ്യൂഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹോൾ പാരാഗ്രാഫ് വായിച്ചു നോക്കാം. നമുക്ക് ഇവിടെ അതിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ മൈന്യൂട്ട് വൊക്കാബുലറീസ് നിന്ന് നമ്മൾ അനലൈസ് ചെയ്താൽ മതി, നമുക്ക് ഈസി ആയിട്ട് കിട്ടും. കണ്ടോ, ലെസ് ദാൻ $100 ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞതിരിക്കുന്നത് അവർ കോൺട്രഡിക്റ്റ് ചെയ്ത് മോർ ദാൻ എന്നാക്കി. സോ ദ ആൻസർ ഇസ് ഫോൾസ്. So to the final question, ആറാമത്തത്. PayPal's online resolution center has a good reputation for efficiency. പേപാലിൻ്റെ ഓൺലൈൻ റെസൊല്യൂഷൻ സെൻറ്ററിന് വളരെ പേരും പെരുമയും പ്രശസ്തിയും ഉണ്ട്. അതിൻ്റെ ആ ഒരു കഴിവിൽ, ആ ഒരു പേയ്മെൻറ്റ്സ് ഒക്കെ നടത്തിയെടുക്കാനുള്ള കഴിവിൽ നിന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ബുള്ളറ്റ് നോക്കാം. ഇഫ് യു പെയ്ഡ് യൂസിങ് PayPal, യൂസ് ദ PayPal's online resolution center to report your dispute. You must do this within 180 days of paying. So it is very clear. പേപാലിൻ്റെ റെസൊല്യൂഷൻ സെൻറ്ററിൽ പോകാം, സർവീസ് എടുക്കാം എന്നേ പറയുന്നുള്ളൂ. സോ ആ ഒരു സർവീസ് അവൈൽ ചെയ്യാമെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അല്ലാതെ പേപാലിൻ്റെ റെപ്യൂട്ടേഷൻ എഫിഷ്യൻസിയെ പറ്റിയിട്ടൊന്നും നോ ഇൻഫർമേഷൻ. ഹെൻസ് ദി ആൻസർ ഇസ് നോട്ട് ഗിവൺ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹെൽപ്പായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ടു എ ലിറ്റിൽ ബിറ്റ് എക്സ്റ്റെൻഡ് അറ്റ്ലീസ്റ്റ്. സോ എന്തെങ്കിലും ഡൗട്ട്സ്, ആസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു, എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻസ് ഓർ എനിത്തിങ് റിഗാർഡിംഗ് ദിസ് പോർഷൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പിൻ മീ. ഞാൻ ഈ പരിചയപ്പെടുത്തിയിട്ടുള്ള 13 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും, ലൈക്ക് ഫ്ലോ ചാർട്ട് കംപ്ലീഷൻ, സെൻറ്റൻസ് കംപ്ലീഷൻ, യെസ് നോ നോട്ട് ഗിവൺ, അങ്ങനെ എല്ലാത്തിനെ പറ്റിയിട്ടുള്ള വീഡിയോസ്, ലെങ്തി വീഡിയോസ് നാളെ മുതൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. വൊക്കാബുലറി സെഷൻസ് ഇനി എല്ലാ ദിവസവും വൊക്കാബുലറി സെഷൻസ് ഓൾസോ പോകും. ബിക്കോസ് ഒരു മൊഡ്യൂൾ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ടൈം ഒരുപാട് കൺസ്യൂം ചെയ്ത് പോകും. സോ വൊക്കാബുലറിയുടെ ലെസൺസ് എല്ലാ ദിവസവും ഉണ്ടാവും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ആക്ച്വലി ഇപ്പോൾ മറ്റേ കർഫ്യൂ ആയതുകൊണ്ടാണ് ദാറ്റ് ഇങ്ങനെ ഞാൻ വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ദിസ് ഐ വിൽ ബി യൂസിങ് സ്ലൈഡ് ഷോയുടെ കൂടെ തന്നെ ക്ലാസ് റൂം വൈറ്റ് ബോർഡ് കൂടി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും വൺസ് ഐ ഗെറ്റ് മൈ ക്യാമറ ആൻഡ് എവറിത്തിങ്. സോ ഇപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ലിമിറ്റഡ് എക്യുപ്മെൻറ്റ്സ് വെച്ച് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസ് തരുന്നത്. ഹോപ്പ് ദിസ് ഈസ് ബെനിഫിറ്റഡ് ഫോർ യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ക്യാച്ച് യു ടുമോറോ.